അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ കഴിയുക അള്ളാഹുവിന് മാത്രമാണെന്നും ബഹുദൈവ വിശ്വാസികൾ അള്ളാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അതിനൊന്നും സാധിക്കുകയില്ലെന്നും കപ്പൽ യാത്രയുടെ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുകയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിൽ. അതിനുശേഷം ഇനി അള്ളാഹു മറ്റു സൃഷ്ടികളെക്കാൾ മനുഷ്യനെ പ്രത്യേകം ആദരിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് പഠിക്കുന്ന 70-ാമത്തെ ആയത്തിൽ പറയുന്നത്. വലഖദ് കറംന ബനി ആദമ, ആദം മക്കളെ, മനുഷ്യരെ നാം ആദരിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. കറമ എന്നാൽ ആദരിച്ചു, ബഹുമാനിച്ചു എന്നാണ്. മാന്യനായ, ആദരിക്കപ്പെടുന്നവനായ വ്യക്തി എന്നതിന് കരീം എന്ന് പറയും. അള്ളാഹു മറ്റു സൃഷ്ടികളെക്കാൾ പ്രത്യേകമായി മനുഷ്യനെ ആദരിച്ചത് എന്താണ്? അറിവും കഴിവും ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയുമൊക്കെ നൽകി അള്ളാഹു മനുഷ്യനെ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കി. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആദമിന് അറിവ് നൽകി, ആദമിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന മലക്കൂരുടെ ചോദ്യത്തിന് അള്ളാഹു മറുപടി പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇബ്ലീസ് മനുഷ്യനോട് ശത്രുത പ്രഖ്യാപിച്ചത് തന്നെ മനുഷ്യന് ശ്രേഷ്ഠത നൽകി എന്നതുകൊണ്ടാണല്ലോ. മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മറ്റു സൃഷ്ടികളുടെ ഗുണങ്ങൾ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ രൂപവും ആകാരവും ഭംഗിയുമൊക്കെ മറ്റു സൃഷ്ടികൾക്കില്ലാത്തതാണ്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് മനുഷ്യനെ ആദരിച്ചു എന്ന് പറയുന്നത് മനുഷ്യന് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവ് നൽകി എന്നത് പ്രത്യേകം ഉദ്ദേശിക്കുന്നു എന്നാണ്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് സത്യം കണ്ടെത്താത്തവർ മനുഷ്യന് നൽകപ്പെട്ട ആദരവിന് അർഹരല്ല എന്ന് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ, ഏറ്റവും അക്രമായിട്ടുള്ളവൻ, ഏറ്റവും കരീമായിട്ടുള്ളവൻ, ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ, ഏറ്റവും നന്നായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. അതിനർത്ഥം അള്ളാഹുവിനെ മറന്ന മനുഷ്യൻ അള്ളാഹു അവന് നൽകിയ ആദരവിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ അത് നഷ്ടപ്പെടുത്തിയവനാണ് എന്നാണ്. തുടർന്ന് മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കരയിലും കടലിലും യാത്ര ചെയ്യാൻ അവസരം നൽകി എന്ന് പ്രത്യേകം പറയുകയാണ്. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹ്രി, കരയിലും കടലിലും നാം അവരെ വഹിച്ചു എന്ന് പറഞ്ഞാൽ കരയിലും കടലിലും നാം മനുഷ്യർക്ക് സഞ്ചരിക്കാൻ വാഹന സൗകര്യം നൽകി എന്നാണ്. കരയിലും കടലിലും മാത്രമല്ല, ആകാശത്തും മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നു. അത് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിലും നമുക്കറിയുന്ന കാര്യമാണ്. മനുഷ്യനേക്കാൾ മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ജീവികൾ ഭൂമിയിലുണ്ട്. അവയൊക്കെയും അന്നും ഇന്നും ഒരുപോലെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ ഓരോ കാലത്തും പുതിയ പുതിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സഞ്ചരിക്കുന്നു. സഞ്ചാരം മാത്രമല്ല, വറസഖ്നാഹും മിനത് ത്വയ്യിബാത്തി, അവർക്ക് ആദം മക്കൾക്ക്, മനുഷ്യർക്ക് ഭക്ഷിക്കാൻ നല്ല വിഭവങ്ങൾ നാം നൽകുകയും ചെയ്തിരിക്കുന്നു. ഇത് ഭൂമിയിലെ മറ്റൊരു ജീവിക്കും അള്ളാഹു നൽകിയിട്ടില്ല. മനുഷ്യനെ പോലെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഓരോ കാലത്തിനും അനുസരിച്ച് കണ്ടെത്തുകയും ശേഖരിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ആസ്വാദ്യമായ രൂപത്തിൽ പാകം ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് ആഹരിക്കാൻ കഴിയുന്ന പോലെ മറ്റു ജീവികൾക്ക് സാധിക്കുകയില്ല. അവക്കൊന്നും പ്രകൃതി നൽകുന്ന വിഭവങ്ങൾ സംസ്കരിക്കാനോ മറ്റോ കഴിയുന്നില്ല. അവക്ക് ലഭ്യമാവുന്ന വിഭവങ്ങൾ കൊണ്ട് അവ തൃപ്തിപ്പെടുന്നു. തുടർന്ന് മനുഷ്യനെ ആദരിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഫല്ലല്ലാഹും, നാം അവരെ ശ്രേഷ്ഠരാക്കി, നാം മനുഷ്യരെ ഉത്തമരാക്കി, ശ്രേഷ്ഠരാക്കി, ആദരവിനർഹരാക്കി. അലാ കസീരിൻ മിമ്മൻ ഖലഖ്ന, നാം സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാളും, അള്ളാഹു സൃഷ്ടിച്ച നിരവധി വസ്തുക്കളെക്കാൾ അള്ളാഹു മനുഷ്യനെ ശ്രേഷ്ഠനാക്കി. തഫ്ലീലൻ, ഒരു ശ്രേഷ്ഠമാക്കൽ. ഫضل നൽകുക എന്നാണ്. ഉത്തമരാക്കി, ശ്രേഷ്ഠരാക്കി, സവിശേഷ ഗുണമുള്ളവരാക്കി എന്നാൽ അർത്ഥം. അതാണ് ഒ ഫല്ലൽന എന്ന് പറഞ്ഞത്. അതിൻ്റെ കൂടെ അതിന് ഒന്നുകൂടി ഊന്നൽ നൽകിക്കൊണ്ട് തഫ്ലീലൻ എന്ന് പറയുകയാണ്. നന്നായിട്ട് തന്നെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. മനുഷ്യന് തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ പറഞ്ഞതുപോലെ സഞ്ചരിക്കാനുള്ള വാഹനങ്ങളെ ഉപയോഗപ്പെടുത്താം. ഉത്തമ വിഭവങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ഈ സവിശേഷതകളൊക്കെ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളിൽപ്പെട്ടത് തന്നെയാണ്. ഒടുവിൽ പറഞ്ഞ അലാ കസീരിൻ മിമ്മൻ ഖലഖ്ന, നാം സൃഷ്ടിച്ച അധിക സൃഷ്ടികളെക്കാളും എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച മിക്ക സൃഷ്ടികളെക്കാളും അള്ളാഹു മനുഷ്യനെ ശ്രേഷ്ഠനാക്കി എന്നാണല്ലോ. അപ്പോൾ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠത നൽകപ്പെട്ട അപൂർവമായെങ്കിലും മറ്റു ചില സൃഷ്ടികൾ ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും.
എന്നാൽ ആരാണ് മനുഷ്യരെക്കാൾ ഉത്തമരായ സൃഷ്ടികൾ എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല, നമുക്കത് അറിയുകയുമില്ല. മലക്കുകളാണ് അതെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ മലക്കുകൾ സൃഷ്ടിപ്പിൽ തന്നെ, പ്രകൃതിയിൽ തന്നെ ഉത്തമ ഗുണങ്ങൾ ഉള്ളവരാണ്. അവർക്ക് ആ നല്ല ഗുണങ്ങൾ സ്വയം മാറ്റാനുള്ള കഴിവില്ല. അതുകൊണ്ട് തിന്മകളെ പരാജയപ്പെടുത്തി നന്മകളെ സ്വീകരിച്ച് നല്ലവരായി തഖ്വയുള്ളവരായി ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്, സത്യവിശ്വാസികളായ മനുഷ്യർ തന്നെയാണ് മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാവുക എന്ന അഭിപ്രായം ശക്തമാണ്. ഏതായാലും ഇവിടെ മനുഷ്യരെക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയ ചിലരുണ്ടാവാം. അത് ആരാണ് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന അറിവ് നമുക്കില്ല. പക്ഷെ നാം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളെക്കാളൊക്കെ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ളത് നാം മനുഷ്യർക്ക് തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാതെ തൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ സ്വയം മറന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർ യഥാർത്ഥ അർത്ഥത്തിലുള്ള ഈ ശ്രേഷ്ഠതക്കും ആദരവിനും എങ്ങനെയാണ് അർഹരാവുക എന്നാലോചിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ബുദ്ധിയും വിവേചന ശക്തിയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉത്തമരായി ജീവിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. അതിന് പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.